കണ്ണിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ PT5 കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. രാവിലെയോടെ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിൽ ഇറങ്ങിയ ആന പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഗോകുൽ VS വിശദവിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, അതിന് തൊട്ടടുത്താണോ നിങ്ങൾ ഉള്ളത്? അപകടകരമായ രീതിയിലാണോ ആനയുടെ പെരുമാറ്റം? എന്തൊക്കെയാണ് നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മൂത്തി, ഞാൻ അല്പസമയം മുൻപ് വരെ വളവിനപ്പുറത്ത് ആനയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആന ഇങ്ങോട്ട് തിരിഞ്ഞതോടുകൂടി ഞങ്ങൾ ഇങ്ങോട്ട് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് അല്പം നീങ്ങി നിന്നതാണ്. PT5 ആന ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ജനവാസ മേഖലയുടെ പരിസരത്ത് തന്നെ തമ്പടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ഇതിന് മുൻപ് ആന ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണാൻ കഴിയും. ഇവിടെ ആന വീണ്ടും ഈ ജനവാസ മേഖലയുടെ ഭാഗങ്ങളിലേക്ക് തന്നെ, ഈ ഒരു പയറ്റുകാട് പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളിൽ തന്നെ ആന നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അല്പം സുരക്ഷിതമായ ആന എവിടെയാണുള്ളതെന്ന് നോക്കാം. നമുക്ക് ഇപ്പോൾ ആന അല്പം നീങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കാം. ഈ മേഖലയിൽ ആന തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആനയുടെ കണ്ണിന് ചികിത്സ ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് കണ്ണിന് അല്പം പ്രശ്നമുണ്ട് ഇപ്പോൾ നിലവിൽ ഈ PT5-ന്. അതിന് ചികിത്സ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലഭ്യമാക്കാനാണ് ഏതായാലും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘം ഇവിടെ എത്തും. ഈ PT5 എന്ന് പറയുന്ന ആന സ്ഥിരം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. സ്ഥിരം ജനവാസ മേഖലയിൽ ഇറങ്ങാറുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ കാലത്ത് 7:15 തന്നെ പയറ്റുകാട് ജംഗ്ഷനിൽ റോഡ് സൈഡ് നിന്നുകൊണ്ടിരുന്നതാണ്. അത് കാരണം ഈ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ മറ്റുള്ളതിനോ പണിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ പറ്റാത്ത, തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ഈ മേഖലയിലാണ്. അവർക്ക് പണി പോലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടി നിലനിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ PT5 ആന ഈ ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ചികിത്സ നൽകാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. കണ്ണിന് കുറേ നാളായി പ്രശ്നമുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ണിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയിൽ വാളയർക്കാട്ടിൽ നിന്ന് മുടുക്കുമ്പോൾ പരുവിൻ്റെ ഇതെന്തോ വലിച്ചിട്ട് ഇടത് കണ്ണിനാണ് അതിന് ചെറിയ ഇതിൽ കൂടെ കണ്ണ് കാഴ്ച കുറവായിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നോക്കിയപ്പോൾ കണ്ടത്. PT5 എന്ന കാട്ടാനയാണ് അപകടകരമായ നിലയിൽ ഇപ്പോൾ ജനവാസ മേഖലയിൽ തുടരുന്നത്. ഗോകുൽ VS ആണ് വിശദവിവരങ്ങൾ നമുക്കായി പങ്കുവച്ചത്.